ഹായ് ഫ്രണ്ട്സ്, റെഡി ടു ഫ്ലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ലോഫ്റ്റിൽ പ്രാവുകൾ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ അല്ലെങ്കിൽ ഏറിയ, അതായത് നല്ലൊരു ടൈം എന്ന് പറഞ്ഞാൽ ഒരു 6 മണിക്കൂറാണ് പ്രാവ് പറന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കരുതി ആദ്യം അത് ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രാവ് മാത്രം, അല്ലെങ്കിൽ ആ ഒരു ലൈനേജ്, അല്ലെങ്കിൽ അത്രയൊക്കെ പറക്കാൻ കഴിവുള്ള പ്രാവ് മാത്രം ലോഫ്റ്റിൽ ഉണ്ടായത് കൊണ്ടാവാം ചിലപ്പോൾ ആ ഒരു ടൈം കിട്ടിയത് എന്നുള്ള ഒരു ഇതായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ അങ്ങനെ പുള്ളി, ഞാനിതിൽ നമ്പർ, എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഒരു വീഡിയോയിൽ, കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്നെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പുള്ളി ചോദിച്ചതാണ്. പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ആ പ്രാവിൻ്റെ ഒരു ഐസൈന് എടുത്ത് എനിക്ക് ഇട്ട് തന്നാൽ ഞാൻ നോക്കട്ടെ എന്നുള്ള ഒരു ലെവലിൽ പറഞ്ഞു. പുള്ളി എനിക്ക് പ്രാവിൻ്റെ അവന് ലോഫ്റ്റിലുള്ള, അതായത് കുറേ പ്രാവ്, ഒരു 10ഓളം പ്രാവിൻ്റെ ഫോട്ടോ എടുത്തിട്ട് തന്നു. അത്യാവശ്യം ഒരു വീഡിയോയും ഇട്ട് തന്നു, ചെറിയൊരു വീഡിയോയും, പിന്നെ അതിൻ്റെ ഐസൈനായിട്ടൊക്കെയാണ് എനിക്ക് ഇട്ട് തന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ അനിയന്മാർ അല്ലെങ്കിൽ പുതിയതായിട്ട് പ്രാവ് വെച്ച് പറവപ്രാവ് വളർത്താൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം വെച്ച് കുറച്ച് നാളൊക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ചില വലിയ ലോഫ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരുപക്ഷെ അറിയാത്ത ഒരു കാര്യവും ആയിരിക്കാം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രാവിൻ്റെ ഐസൈന് ഞാൻ കണ്ടു. ഐസൈനുകൾ കുഴപ്പമില്ല, നല്ല, അതായത് പറവ ലൈനിലുള്ള പ്രാവൊക്കെ തന്നെയാണ്. ആ ഐസൈനും കുഴപ്പമില്ല. എന്തുകൊണ്ട് പുള്ളിക്ക് ആ പ്രാവുകളിൽ നിന്നും റിസൾട്ട് കുറവായിട്ടുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് കാരണം, ആര് കണ്ടു കഴിഞ്ഞാലും പ്രാവ് അത്യാവശ്യം നല്ല ലുക്കൊക്കെ ഉള്ള പ്രാവ് തന്നെയാണ്. ഐസൈന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക്, അതായത് ഐസൈൻ അറിഞ്ഞാത്തവർക്ക്, ഈ ഐസൈൻ ഏത് പ്രാവ്, ഏത് തരം ഐസൈൻ, ഇപ്പോൾ ഒരു മെയിലാണെങ്കിൽ അടുത്ത് അതിനൊരു ഫീമെയിൽ, ഏത് പിന്നെ പാറ്റേണിലുള്ള, അല്ലെങ്കിൽ ഏത് കളറ്, എങ്ങനെ ഐസൈന് ആണ് ഇതിന് മാച്ച് ആവും എങ്കിൽ ഈ പ്രാവിൻ്റെ കുട്ടികളെ നല്ല രീതിക്ക് പറത്താം എന്ന് അറിയാമെന്നുള്ളവർക്ക് മാത്രമേ അത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ പ്രാവിൻ്റെ ഐസൈന് കണ്ടതിന് ശേഷം എനിക്ക് ഇത് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം ശരിയാണ്. കാര്യം എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രാവുകളെല്ലാം നല്ല സൂപ്പർ പ്രാവുകളാണ്, അടിപൊളി നല്ല പ്രാവുകളാണ്. അതിൽ എല്ലാ പ്രാവിനെയും ഞാൻ പറയുന്നില്ല, എന്നാൽ അതിൽ ഏറ്റവും ഒരു 7-8 പ്രാവുകളും നല്ല ക്വാളിറ്റിയുള്ള പ്രാവുകൾ അതിനകത്തുണ്ട്. അതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് വെച്ച് കഴിഞ്ഞാൽ പ്രാവ് പറക്കണം. ഇതിൽ വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ എനിക്ക് ഫോട്ടോ അയച്ചു തന്ന സുഹൃത്ത്, ഈ പ്രാവ് ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുള്ള, എവിടെ നിന്നാണോ ഈ പ്രാവിനെ വാങ്ങിച്ചത്, ആ പുള്ളിയുടെ അടുത്ത് ഒരുപക്ഷെ പിന്നെ റിസൾട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ, ആ പ്രാവ് ഞാൻ സെറ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കുട്ടി എടുത്ത് പറത്തി, പ്രാവ് പറഞ്ഞില്ല, 2-3 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂറേ പറന്നുള്ളൂ എന്നേ ഇവർക്ക് പറയാൻ ഒക്കത്തുള്ളൂ. ഇതിൽ കറക്റ്റായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പ്രാവ് സെറ്റ് വെച്ചാൽ മാത്രമേ, ഏതൊരു പ്രാവും കറക്റ്റ് സെറ്റ് സൂട്ടായാൽ മാത്രമേ അതിൻ്റെ കുട്ടികൾ നമുക്ക് പറത്താൻ പറ്റൂ. ഇനി ചില ആൾക്കാർക്ക് സെറ്റ് വയ്ക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ജോഡി ചേർക്കുമ്പോൾ അവരെ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ പേര് സെറ്റാവും. അതായത് അറിയാതെ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ കണ്ണ് ചിലപ്പോൾ കറക്റ്റായിരിക്കും, അത് സെറ്റാവും, പ്രാവുകൾ പറക്കും. ഇനി ഒരു ലോഫ്റ്റിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്ന പ്രാവ്, അതായത് ഒരു മെയിലായിരിക്കും അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ആയിരിക്കും. ഇപ്പോൾ ഒരേ ഒരു ലോഫ്റ്റിൽ നിന്ന് തന്നെ നമ്മൾ, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള പ്രാവ് തരുന്ന ഒരു ലോഫ്റ്റ് ആണെങ്കിൽ, അവരുടെ അടുത്ത് നമുക്ക് പറഞ്ഞ്, എനിക്ക് നേരത്തെ തന്ന മെയിലിന് സൂട്ടായിട്ടുള്ള ഒരു ഫീമെയിൽ തരണം എന്ന് പറയുമ്പോൾ, ഒരുപക്ഷെ അവർ അറിഞ്ഞ് നല്ല തന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിനുള്ള പ്രാവ് പറക്കും. ഇതുപോലെ നമ്മൾ ഒരു നല്ലൊരു മെയിൽ കിട്ടണം, ആ മെയിലിനെ നമ്മളിവിടെ കൊണ്ടുവന്നു, പക്ഷേ അതിൻ്റെ ഐസൈനിൽ വെച്ചു കൊടുക്കേണ്ട പ്രാവല്ല നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രാവ് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ കുഞ്ഞുങ്ങൾ പറക്കണമെന്ന് നിർബന്ധമില്ല, പറക്കൂല. ഇനി ഈ ഓരോ സെറ്റ് വെക്കുമ്പോഴും ഈ
നമ്മളിപ്പോൾ ഒരു മെയിൽ കൊണ്ടുവന്നിട്ട് ഓരോ സെറ്റ് വെക്കുമ്പോഴും ഓരോ ഫീമെയിലിനെ പുറത്തിരിക്കും ഈ പ്രാവിൻ്റെ കുഞ്ഞുങ്ങൾ പറക്കുന്നത്. ഒരു കല്ലിയിൽ ചില ഫീമെയിൽ, ഒരു മെയിലിന് ഇനി ഒരു ഫീമെയിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ കുട്ടി ചിലപ്പോൾ ഒരു കല്ലിയിൽ ചിലപ്പോൾ പറന്ന് കാണിക്കും. ചിലത് ഒരു കല്ലിയിൽ ഇനി മറ്റു ചില ഫീമെയിലുകളാണ് നമ്മൾ ഇതിന് ജോഡി ചേർക്കുമ്പോൾ ഒരു കല്ലിയിൽ ചിലപ്പോൾ പറക്കൂല, രണ്ട് കല്ലിയിൽ പറക്കൂല, മൂന്നാമത്തെ കല്ലിയൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ രണ്ട് കല്ലിയിൽ പറത്തി നോക്കി കഴിഞ്ഞാലും ചിലപ്പോൾ പറക്കൂല, രണ്ട് കറക്കം കറങ്ങിയിട്ട് ഇറങ്ങും. വീണ്ടും അത് എടുത്തിറങ്ങിയാലും അത് രണ്ട് കറക്കം ഒന്ന് ചുറ്റിയിട്ട് ഇറങ്ങും. കറക്റ്റായിട്ട് പറവയിലോട്ട് എത്തൂല. മൂന്നാമത്തെ കല്ലിയിലായിരിക്കും ചിലപ്പോൾ അതിൻ്റെ പറക്കാനുള്ളൊരു മെമ്മറി അതിന് കറക്റ്റായിട്ട് ആവുന്നത്. അപ്പോൾ ആ ടൈമിൽ ആ പ്രാവ് പറക്കും. ഇനി വേറെ സെയിം മെയിൽ സെയിം ആയിരിക്കും. ഇനി വേറെ ഫീമെയിൽ സെറ്റ് ചെയ്യുമ്പോൾ ഒരു കല്ലിയിലേ പ്രാവ് പറക്കും. ഒരു കല്ലി വീണില്ലെങ്കിൽ ചിലപ്പോൾ എടുത്തിറങ്ങിയാൽ പ്രാവ് പറക്കും, അത്യാവശ്യം നല്ല രീതിക്ക് പറക്കും. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫീമെയിൽ മാറുന്നതിനനുസരിച്ച് പറവയിൽ അതിൻ്റെ ആ ഒരു മൈൻഡിൽ ഇത് ഈ പറവയിൽ മാത്രമല്ല സെറ്റ് മാറുന്നതിനനുസരിച്ച് അറിവിലും പറവയിലും അതിൻ്റെ എല്ലാത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതിൽ നമുക്കിപ്പോൾ ഒരുപാട് പേര് ഇത് പരീക്ഷിച്ച് അറിഞ്ഞ കാര്യങ്ങളായിരിക്കും. വലിയ കൂട് ഒക്കെ വെച്ചിട്ട് വലിയ പറവക്കാർക്കൊക്കെ ഇതൊക്കെ അറിയാമെന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാനിത് ആദ്യമേ ഇത് നമുക്ക് പുതിയതായിട്ട് പ്രാവ് വെച്ച് വരുന്ന സുഹൃത്തുക്കൾക്ക് മനസ്സിലാവാനാണ്. അപ്പോൾ ഞാനിതിൽ എനിക്ക് പുള്ളി അയച്ചു തന്ന ആ ഒരു ഐസൈനുകൾ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത്തരത്തിലുള്ള അത് ചിലപ്പോൾ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ആ പ്രാവുകളുടെ ഐസൈന് നോക്കാൻ അറിയാമെന്നുള്ളവർക്ക് അറിയാം ആ പ്രാവിൻ്റെ ഐസൈന് ഏത് കാറ്റഗറിയിലൊക്കെ ഉള്ള ഐസൈനുകളാണ് ഇത് എന്നുള്ളത്. അപ്പോൾ അതിന് തകർന്ന ഐസൈന് വെച്ച് കൊടുത്താൽ മാത്രമേ, അതായത് അതിന് മാച്ചായിട്ടുള്ള സൂട്ടബിൾ ആയിട്ടുള്ള ഏതിന് ചേരും എന്നുള്ള വെച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് അതൊരു പറവയിലോട്ടുള്ള കുട്ടികളെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരിക്കലും ഈ പ്രാവിൻ്റെ കുട്ടി ഇതിൽ മെയിനായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവൻ കാണിച്ചു തന്ന പ്രാവിൽ മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ആയി കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. മെയിലും ഫീമെയിലും ഒരേ ഐസൈനാണ്, ഒരേ ലൈൻ ഐസൈനാണ്, ഒരേ ബ്ലഡ് ലൈൻ അല്ല, ഒരേ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഐസൈനുകളാണ് മെയിനായിട്ട് പുള്ളി കാണിച്ചു തന്നിട്ടുള്ളത്. ഇത് രണ്ടും ഒരിക്കലും നമ്മൾ പെയർ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പ്രാവുകൾ എല്ലാം കറക്റ്റായിട്ടുള്ള ഫ്ലൈയിങ് നമുക്ക് കിട്ടൂല. എന്നാൽ ഒരു 2 മണിക്കൂർ 1 മണിക്കൂറും ചിലപ്പോൾ 5 മണിക്കൂർ വരെ നല്ല ക്വാളിറ്റിയുള്ള പ്രാവുകൾ 5 മണിക്കൂർ വരെയൊക്കെ പറക്കും. എന്നാലും നമുക്ക് അതിൻ്റെ മേൽപോട്ട് ആ പ്രാവിനെ പറവ ഉയർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഈ പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പ്രാവിനും അതിൻ്റേതായ ഒരു പറവ ലൈനേജ് അതിനകത്ത് ഉണ്ടാവും. നമുക്ക് ഇപ്പം 6 മണിക്കൂർ പറക്കുന്ന ഒരു പ്രാവിന് കറക്റ്റ് സെറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന് 6 മണിക്കൂർ നമുക്ക് കണ്ടിന്യൂ അതിൻ്റെ കുട്ടിയെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതേപോലെ 10 മണിക്കൂർ പറക്കുന്ന ഒരു പ്രാവിന് നമുക്ക് ആ ഒരു ലൈനേജ് നമ്മൾ അതായത് സെറ്റ് വയ്ക്കുന്നതിൽ എന്തെങ്കിലും ഫോൾട്ട് സംഭവിക്കാതിരുന്നാൽ ആ 8 മണിക്കൂറോ ചിലപ്പോൾ 9 മണിക്കൂറോ അല്ലെങ്കിൽ 10 മണിക്കൂർ വരെ നമുക്കതിനെ കറക്റ്റ് ചെയ്തെടുക്കാം. ഇനി സെറ്റ് ഞാൻ ഈ പറയുന്നത് പോലെ സെറ്റ് വെപ്പിൽ പിഴവുകൾ വന്നു കഴിഞ്ഞാൽ ഇത് ഈ 8 മണിക്കൂർ പറത്താനും പറ്റില്ല, അത് ചിലപ്പോൾ 2 മണിക്കൂറോ 3 മണിക്കൂറോ ആയിപ്പോകും. അപ്പോൾ ഈ സെറ്റ് വെപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക, ഇപ്പോൾ 5 മണിക്കൂർ പറക്കുന്ന പ്രാവിനെ 25 മണിക്കൂർ പറപ്പിക്കുക എന്നുള്ളതല്ല. ആ പ്രാവിന് അതിൻ്റെ ഐസൈന് അല്ലെങ്കിൽ അതിൻ്റെ ബ്ലഡ് ലൈൻ ഉള്ള ഒരു പറവുണ്ട്. ആ പറവ നമുക്ക് പൂർണ്ണമായിട്ട് എങ്ങനെ ഇതിൽ നിന്ന് എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇതിന്ന് ചെയ്യുന്നത്. ഇനി ഒറിജിനൽ ബ്ലഡ് ലൈനുകൾ തമ്മിൽ നമ്മൾ പറവ കൂട്ടാനായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അത് വലിയ കൂട് വെച്ചിരിക്കുന്നവർക്കും വലിയ പറവ വളർത്തി നല്ല എക്സ്പെർട്ട് ഉള്ളവർക്കും ഐസൈന് നോക്കാൻ കഴിവുള്ളവർക്കും പ്രാവിനെ എങ്ങനെ നമ്മൾ പറവ കൂട്ടുന്നതെന്ന് ഒക്കെ അത് അറിയാൻ സാധിക്കും. പുതിയ വളർത്തുകാർക്ക് നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ അവർക്കത് ഒന്നും പെട്ടെന്ന് പിടികിട്ടില്ല. കാര്യം ഓരോ പ്രാവിനും ഓരോ ഐസൈനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുക ചേട്ടാ അതൊന്നും പറയൂ, അതിനെക്കുറിച്ചൊന്ന് പറയുന്നു. പക്ഷേ ഓരോ പ്രാവിനും ഓരോ ഐസൈനാണ്. അപ്പോൾ അതിന് തകർന്ന ഐസൈൻ ഇപ്പോൾ നമുക്കിപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഒരു 10 മണിക്കൂർ പറന്ന ഒരു പ്രാവുണ്ട്, അതിൻ്റെ ഐസൈൻ എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിന് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഫീമെയിൽ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവർ രണ്ടിൻ്റെ കുട്ടി കറക്റ്റായിട്ട് മിക്സായി അതായത് കരഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രാവ് ഒരു 12 മണിക്കൂർ പറക്കുമെങ്കിൽ അതിൻ്റെ പ്രാവ് നമുക്കൊരു 15 മണിക്കൂർ അതിൻ്റെ മേപ്പോട്ട് നമുക്ക് പറത്തിയെടുക്കാനായിട്ട് സാധിക്കും. കാര്യം ഇത് ഫീമെയിലും ഒറിജിനൽ ബ്ലഡ് ലൈൻ ആയിരിക്കും, മെയിലും ഒറിജിനൽ ബ്ലഡ് ലൈൻ ആയിരിക്കും. ഈ ഒറിജിനൽ ബ്ലഡ് ലൈനിൽ തന്നെ ബ്രീഡർ വിത്ത് ഫ്ലയറും ഉണ്ട്, ഫ്ലയർ മാത്രവും വരും, ബ്രീഡർ മാത്രവും വരും. അപ്പോൾ നമ്മൾ ഏതൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത്
ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഒരു പ്രാവിനെ നമുക്ക് പെട്ടെന്നൊന്ന് മാച്ച് ചെയ്യാനായിട്ട് വലിയ പാടായിരിക്കും. അത് നമുക്ക് അതിൻ്റെ കുട്ടികളെ ഇറക്കി ലോഫ്റ്റിൽ തന്നെ ഉള്ള പ്രാവൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു എക്സ്പീരിയൻസും ഉണ്ടാവും. ആ പ്രാവുകൾ എങ്ങനെയാണ് മൈൻഡുകൾ, എങ്ങനെയാണ് പറവരെ വലിഞ്ഞു പോകുന്നത് വരുന്നത് ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് പറവ് കൂട്ടാനായിട്ടായാലും സെറ്റിടാൻ പറ്റും. അതൊരു കാര്യം. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യത്തിലോട്ട് വരാം. ഇത് ഈ പ്രാവ് പറക്കാത്തതിൻ്റെ കാര്യം, ഒരേ ലൈനിലുള്ള പ്രാവുകളാണ് മെയിലും ഫീമെയിലും ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ആ പ്രാവിൽ നിന്ന് ഒരു വലിയ റിസൾട്ട് ഉള്ള ഒരു കുട്ടി എടുക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ മുന്നേയുള്ള വീഡിയോയിൽ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ബ്രീഡർ ലൈൻ പ്രാവുകൾ കൂടുതൽ നമുക്ക് ഒരേപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ബ്രീഡർ ലൈൻ പ്രാവുകൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ബ്രീഡർ ലൈൻ എന്ന് പറയുമ്പോൾ മഞ്ഞക്കണ്ണിലും ചോരക്കണ്ണിലും കരിങ്കണ്ണിലും ഒക്കെ ബ്രീഡർ ലൈന് പറഞ്ഞുണ്ട്. ചില ആൾക്കാർ ഒരു ധാരണ ഉണ്ട്, ലൈറ്റ് കണ്ണ് എപ്പോഴും ഒരു ബ്രീഡർ അല്ലെങ്കിൽ ഫ്ലയർ കണ്ണായിരിക്കും, ഡാർക്ക് കണ്ണുകൾ എപ്പോഴും ഒരു ബ്രീഡർ കണ്ണായിരിക്കും, ലൈറ്റ് കണ്ണുകൾ ഫ്ലയർ കണ്ണായിരിക്കും എന്നുള്ള ഒരു ഇതുണ്ട്. ഇത് ഒരു 50% കറക്റ്റായ കാര്യം തന്നെയാണ്. ലൈറ്റ് കണ്ണുകൾ ഫ്ലയർ ലെവലിലോട്ട് നമുക്ക് എടുക്കാം, ഡാർക്ക് കണ്ണ് ബ്രീഡർ ലെവലിലോട്ടും എടുക്കാം. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ഈ പറവ ഫീൽഡിനകത്ത് തന്നെ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക അതായത് ഈ ഒരു രഹസ്യം എന്ന് പറയും പോലെ ഈ സംഭവം ആർക്കും സക്സസ്ഫുൾ ആവാത്ത ഒരു കാര്യവും ഇതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഒരു പക്ഷേ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോ കാണുമ്പോൾ ബ്രീഡർ ലൈന് ലൈറ്റ് കണ്ണിലും ഉണ്ട്, ബ്രീഡറിൻ്റെ ഐസിയൻ ലൈറ്റ് കണ്ണിലും ഉണ്ട്, ഡാർക്ക് കണ്ണിലും ഉണ്ട്, ഫ്ലയർ ഡാർക്ക് കണ്ണിലും ഉണ്ട്, ലൈറ്റ് കണ്ണിലും ഉണ്ട്. അത് മനസ്സിലാക്കണം. ഇതറിയാതെ ഈ ലൈറ്റ് കണ്ണിലുള്ള ബ്രീഡർ ടച്ചുള്ള പ്രാവുകളെ ഡാർക്ക് കണ്ണ് ബ്രീഡറാണെന്ന് പറഞ്ഞ് ഇത് ഫ്ലയർ ആണെന്ന് പറഞ്ഞ് സെറ്റ് ഇടും. പക്ഷേ ഒരിക്കലും റിസൾട്ട് കിട്ടൂല. ഐസൈൻ എന്താണ് ഐസൈനകത്തുള്ള ആ ഒരു കാരണങ്ങൾ എന്താണെന്ന് അറിഞ്ഞവർക്ക് കറക്റ്റായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഡാർക്ക് കണ്ണും ഒരു ലൈറ്റ് കണ്ണും നമ്മളിപ്പോൾ എടുത്തിട്ടാൽ ആവറേജ് പറവ നമുക്ക് ചിലപ്പോൾ കിട്ടും, അറിയാവുന്നവർക്ക് കിട്ടും. പക്ഷേ നമുക്ക് അതുകൊണ്ട് മാത്രം എന്താക്കാൻ പറ്റൂല, അത് ഒറിജിനലാണ്, ഇതാണ് കറക്റ്റ് പെയറിങ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റൂല. യഥാർത്ഥത്തിൽ ഡാർക്ക് കണ്ണിലും ലൈറ്റ് കണ്ണിലും ബ്രീഡറും ഫ്ലയറും ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുക. വലിയ സെറ്റ് വയ്ക്കുമ്പോൾ ഡാർക്ക് ചിലപ്പോൾ ലൈറ്റ് കണ്ണായിരിക്കും, നമുക്കിപ്പോൾ ഒരു ചോര കണ്ണായിരിക്കില്ല. 20 മണിക്കൂർ പറഞ്ഞ പ്രാവിൻ്റെ ഐസൈന് ചിലപ്പോൾ 2 പ്രാവ് മഞ്ഞ കണ്ണിലായിരിക്കും ഇരിക്കുന്നത്, 2 പ്രാവ് ഇരിക്കുന്നത് ചിലപ്പോൾ മഞ്ഞ കണ്ണിലായിരിക്കും. പക്ഷെ അത് കറക്റ്റായിട്ട് ഒരു ബ്രീഡറും ഒരു ഫ്ലയറും ആയിരിക്കും. എന്തുകൊണ്ട് ആ പ്രാവുകൾ കറക്റ്റായിട്ട് പറക്കുകയും ചെയ്യുന്നു, ഇറങ്ങുകയും ചെയ്യുന്നു? ബ്രീഡർ ടച്ചുള്ള പ്രാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രാവ് മെമ്മറി കറക്റ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ മാറിച്ചോട്ട് മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം കാണിക്കും പ്രാവ്. അപ്പോൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് ഒരു കണ്ണിൽ നമുക്ക് ആരെയും പെട്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഓടി വന്ന 2-3 കണ്ണ് കാണിച്ചു തന്നിട്ട് ഐസൈൻ ഫുള്ളായിട്ട് നമുക്ക് പറഞ്ഞു തരാം എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതാണ് ഇതിനകത്ത് നിഗൂഢമായി ഒളിഞ്ഞിരിക്കുന്ന ഒരു സംഭവം. ഓരോരുത്തരും അവരവരെ പ്രാവിനെ വീക്ഷിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ആ പ്രാവിനെ കുറിച്ച് മനസ്സിലാക്കാം. അത് പറവ ലൈനുള്ള പ്രാവുകൾ നമ്മളതിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ആ പ്രാവുകളെ നമ്മൾ പറത്തി അതിൻ്റെതായ ഐസൈൻ ഓരോ പറവയിലും വരുന്ന മാറ്റങ്ങൾ, ഐസൈനിലും ആ പറവ നല്ല ടൈമിലോട്ട് വരുമ്പോഴത്തേക്ക് ഐസൈനിലും എന്താവും മാറ്റങ്ങൾ വരും. മനസ്സിലായോ? അപ്പോൾ ആ ഓരോ ടൈമിനുള്ള ഐസൈന് നമ്മൾ കൂടുതൽ പറക്കുമ്പോൾ എങ്ങനെ കളറിലോട്ട് വരുന്നു, കൂടുതൽ പറന്നു വരുമ്പോൾ എത്രത്തോളം നമുക്ക് പ്രാവിൻ്റെ ഐസൈനിലുള്ള കളർ വേരിയേഷൻ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ആ ഒരു രീതി എല്ലാ പ്രാവിനും അല്ല, ഇന്ന് 90% പ്രാവിനും കറക്റ്റായിട്ട് ഐസൈനിൽ മാറ്റങ്ങളുണ്ടാവും. പറന്നു വരുന്ന പ്രാവിന് കറക്റ്റായിട്ട് ഐസൈനിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു കണ്ണ് നമുക്ക് ഇത് എല്ലാം ഒരേ കാറ്റഗറിയിലാണ് പെടുന്നത്, അല്ലെങ്കിൽ ഇന്ന കണ്ണെല്ലാം ഒരേ കാറ്റഗറിയാണ് പെടുന്നത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തരാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പറവ ലൈനിൽ ഒത്ത പ്രാവുകളെ നമ്മളെടുത്ത് ലോഫ്റ്റിൽ വെച്ച് പറത്തി നോക്കുക. പറത്തി നോക്കുമ്പോൾ നമുക്കറിയാം ഇന്ന പ്രാവുകൾ പറന്ന് നല്ല ടൈം പറക്കുന്നുണ്ട്. ആ പ്രാവിനെ നമ്മൾ വേറൊരു പ്രാവിനോട്ട് വെച്ച് കുട്ടിയെ എടുക്കുമ്പോൾ അതിൻ്റെ കുട്ടി എങ്ങനെ പെർഫോമൻസ് ചെയ്യണമെന്ന് നോക്കുക. എന്നിട്ട് ആ കുട്ടിയുടെ ഐസൈനും ഇതിൻ്റെ ആദ്യം പറഞ്ഞ പ്രാവിൻ്റെ ഐസൈനുമായിട്ട് നമ്മൾ മാച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി വരും. ആദ്യം പഠിച്ച് മനസ്സിലാക്കി വരാൻ പറ്റും.
അങ്ങനെ കുറേ പ്രാവുകൾ ആയിട്ട് അതാണ് എല്ലാവരും പൂർവികരൊക്കെ നമ്മളെ ഒരുപാട് മുൻ പഴയ പറവക്കാരൊക്കെ പറയണത് അത്രയും വർഷം കൊണ്ടാണ് ഓരോരുത്തർ പ്രാവിൻ്റെ ഐസൈനുകളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി എടുക്കുന്നത്. ഇതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ കൂടെ നിന്ന് അല്ലെങ്കിൽ ഒരാളുമായിട്ട് നമ്മൾ ഒരു ലോഫ്റ്റിലൊക്കെ നിന്ന് നല്ലൊരു പറവക്കാരൻ്റെ ലോഫ്റ്റിലൊക്കെ നിന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും ആ ഐസൈൻ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഇതിനൊക്കെ ഒരു മെമ്മറി വേണം. ഈ പറവ പ്രാവ് വളർത്തൽ എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് അവരെ വളർത്തുന്നവർക്ക് ഒരു പ്രത്യേക ഒരു പ്രാവിനെ കണ്ട ഒരു പ്രാവ് പറക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പ്രാവ് പറന്ന് പോകുമ്പോൾ നമ്മളെ ഫ്രണ്ടിൻ്റെ ഒരു ലോഫ്റ്റിലാണ് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ആ പ്രാവിൻ്റെ ഒരു ഇത് നമ്മളെ മെമ്മറിയിൽ വരും. ഒരു പക്ഷേ ഈ പ്രാവിനെ പറത്തുന്ന സുഹൃത്ത് അത് നമ്മുടെ സുഹൃത്തിൻ്റെ ലോഫ്റ്റ് ആയിരുന്നാലും അവർക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം നമ്മളെ മെമ്മറിയിൽ വരും. ഈ പ്രാവ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രാവിൽ നിന്നും പഠിക്കുന്നത് ആണ് അവിടെ ഓണാവണത്. നമ്മളെ ലോഫ്റ്റിൽ നമ്മൾ പ്രാവിനെ പറത്തി നൈറ്റായിരുന്നാലും ശരി ഡേയിലായിരുന്നാലും ശരി തന്നെ പ്രാവിനെ പറത്തി പിന്നെ അതിനെ പരിചരിച്ചൊക്കെ വരുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. എല്ലാവർക്കും ഇന്നത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രാവിനെ പറപ്പിക്കുക, പെട്ടെന്ന് 10, 20, 25 മണിക്കൂർ പറത്തുക, അല്ലെങ്കിൽ അൺലിമിറ്റഡിൽ ഒരു ട്രോഫി വാങ്ങിക്കുക, സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക, വിറ്റ് വയ്ക്കുക. എല്ലാവരും അതൊക്കെയാണ് എല്ലാവർക്കും ഇപ്പോൾ ഇത് താല്പര്യം. ആർക്കും പ്രാവിനെ പരിചരിച്ച് അല്ലെങ്കിൽ പ്രാവിനെ കറക്റ്റ് ചെയ്ത് എന്താണ് പ്രാവ്, എങ്ങനെയാണ് പ്രാവിനെ പറത്തി ഇറക്കേണ്ടത്. ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പ്രാവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് അതിൻ്റെ കുട്ടിയെടുത്ത് പെട്ടെന്ന് പറത്തണം, എനിക്ക് 13 മണിക്കൂർ അല്ലെങ്കിൽ 18 മണിക്കൂർ പറത്തണം എന്നുള്ള ചിന്തിക്കാതെ അതിൻ്റെ പറവ നമ്മൾ കറക്റ്റ് ചെയ്ത് ഇത് എത്ര കല്ലിലാണ് പറവ വരുന്നത്, ഫസ്റ്റ് ഇറക്കിൽ പറന്ന് കിട്ടുമോ, അല്ലെങ്കിൽ ഇത് വെട്ടി പിഴുതതിന് ശേഷമാണോ നല്ലൊരു പറവ നമുക്ക് കിട്ടുന്നത്, ഇതൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമാണ് പ്രാവിനെ വിലയിരുത്താൻ പാടുള്ളൂ. ഫസ്റ്റ് 2 കുട്ടിയെടുക്കും, പറത്തും, അതിന് റിസൾട്ട് ഇല്ലാതെ വരും. അല്ലെങ്കിൽ അത് നമ്മളതിനെ അറിയില്ല, നമുക്കറിയില്ലാത്തത് കൊണ്ടാണ്. അത് എത്ര കല്ലിയിലാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പറവ കിട്ടുന്നതെന്നുള്ളത് നമുക്കറിയില്ല. ആദ്യമേ എൻ്റെ സുഹൃത്ത് തന്നെ അവൻ നല്ല പ്രാവ് വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ അടുത്ത് പ്രാവ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ടൈമിന് തന്നെ പ്രാവ് പറന്ന് കയറണ്ടേ. പക്ഷെ അങ്ങനെയല്ല, ഓരോ പ്രാവ് നമ്മൾ ലോഫ്റ്റിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ ലോഫ്റ്റുമായിട്ട് അത് സെറ്റായി കിട്ടാൻ തന്നെ കുറച്ച് പാടാണ്. അഥവാ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രാവിൻ്റെ കുട്ടിയെ കറക്റ്റായിട്ടുള്ള ഒരു ഇത് പറവ കൊടുത്ത് കറക്റ്റായിട്ടുള്ള എപ്പോഴാണ് പറക്കണേ നമ്മൾ മനസ്സിലാക്കും. ട്രെയിനിങ് എല്ലാം കൊടുത്ത് അത് മനസ്സിലാക്കി എടുക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ലോഫ്റ്റിൽ പ്രാവ് പറന്ന് വന്നിരിക്കും. മനസ്സിലായി. ഒരുപാട് ആൾക്കാരുണ്ട് പറവ വെച്ച് നല്ല പറവ ഉള്ള ആൾക്കാർ. ഇതുവരെ നല്ലൊരു ടൈം എഴുതാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല പ്രാവുണ്ട്. അവർക്ക് പ്രാവിനെ കുറിച്ച് ഒരു പ്രാവ് നിന്ന് കറങ്ങി കുറുവുന്ന കണ്ടു കഴിഞ്ഞാൽ പറയും അത് ഇങ്ങനെയുള്ള പ്രാവാണെന്ന് ഏറ്റവും സെറ്റ് പറയുന്ന ടീമുണ്ട്. ഇന്നും ചിലപ്പോൾ ഒരു ട്രോഫിയോ പന്തായോ ഒന്നും കാണൂല, ടൂർണമെൻ്റ് ഒന്നും പറത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ അവർക്ക് പ്രാവിൻ്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അറിയാം. ഒരു പ്രാവിനെ എങ്ങനെ സെറ്റ് ഇടണം, ആ പ്രാവ് എങ്ങനെ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പ്രാവ് എങ്ങനെ പറക്കും, അതിൻ്റെ കുട്ടികൾ എങ്ങനെ പറക്കും എന്നൊക്കെ അവർക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അവർ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു ഭാവത്തിൽ അവർ നടക്കുകയില്ല. ആരടുത്തും പോയിട്ട് ഞാൻ ഇത്ര മണിക്കൂർ പറത്തി തരാം, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ എനിക്ക് പറത്താൻ അറിയാം, എൻ്റെ അടുത്ത് വാശി വെച്ച് പന്തായം. ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ടൂർണമെന്റ് പറത്തുന്ന. ഇപ്പോൾ ഒരാളിന് 13 പറന്നു, ഇനി ഒരാളിന് 12 ടൈം പറന്നിട്ടുള്ളൂ. ഉടനെ നീ എന്താ 12 നിന്റെ പ്രാവെന്താ അത്രയും പറക്കാത്ത, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും ഒരു കാര്യം ആലോചിക്കണം. എല്ലാവരും ഇതുപോലെ ആദ്യം പറവ ഫീൽഡിൽ വരുമ്പോൾ എഴഞ്ഞാണ് നടക്കാൻ പഠിക്കുന്നത്. മുട്ടിൽ എഴഞ്ഞിട്ടാണ് എല്ലാവരും എണീറ്റ് നടക്കാനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ലോഫ്റ്റിൽ പ്രാവ് പറന്നാൽ നാളെ നമ്മുടെ കൂടെ തന്നെ അല്ലെങ്കിൽ വന്ന ഒരു പുള്ളിയുടെ ലോഫ്റ്റിൽ പ്രാവ് പറന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ താഴ്ത്തി കെട്ടുകയോ കുറച്ച് ഇടിച്ച് സംസാരിക്കുകയോ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് അവിടെ, അതായത് ഈ 13 പറത്തിയ ഒരാൾ ഇനി അവരെ കൂടുതൽ പറത്തിയ ഒരാൾ പുള്ളിയെ ഇതുപോലെ പറയുമ്പോൾ അവർക്ക് അതിൻ്റെ വേദന എന്തിനാണെന്ന് മനസ്സിലാവും. ആരും ഈ പറവ ഫീൽഡിൽ വലിയവരല്ല, ആദ്യം അത് മനസ്സിലാക്കുക. ആരും എല്ലാം അറിയാമെന്നുള്ള ആരുമില്ല. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നു. അതേപോലെ തന്നെ എനിക്കറിയാത്ത കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ ആശാന്മാരുടെ അടുത്ത് ഇത് ചോദിച്ച് മനസ്സിലാക്കും. എന്തെങ്കിലും പ്രശ്നം ഇങ്ങനെയുള്ള എനിക്കറിയാത്ത കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാത്തതുണ്ട്. ആരും ഈ പറവ ഫീൽഡിൽ ഒന്നും തികഞ്ഞ ആരുമില്ല. എന്നും പഠിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കാം. കാര്യം അത്രയും ഒരു കടൽ പോലെ കിടക്കുന്ന ഒരു സംഭവമാണ് ഈ പറവ ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു സംഭവം. നമ്മളതിനെ പറത്തിയെടുത്ത് ഒരു ടൈം കൊള്ളിക്കുന്നത് വരെ അതിൻ്റേതായ റിസ്ക്കും അതിനകത്തുണ്ട്. സിമ്പിളായിട്ട് ആർക്കും
പറഞ്ഞാൽ സിമ്പിളായിട്ട് തീരും. ആർക്കും ആ ഒരു ഫീൽഡ് സിമ്പിളായിട്ട് പറത്തി ഇറക്കാനായിട്ട് പറഞ്ഞു തീരും പോലെ ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇന്നത്തെ സംസാരം പറഞ്ഞു ഒരുപാടായി. എന്നാലും ഞാൻ ഇതിലോട്ട് വരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസൈനുകൾ എന്തുകൊണ്ട് ആ സുഹൃത്തിന് പ്രാവുകൾ പറക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൊത്തം ആ കാണിച്ചിരിക്കുന്ന പ്രാവുകളെല്ലാം ഒരേ ലൈനേജിലുള്ള കാറ്റഗറിയിലുള്ള ഒരേ കാറ്റഗറി ഐസൈനുകളാണ്. അപ്പോൾ ആ പ്രാവ് ഇതിൽ വേറെ പോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിയുടെ പ്രാവ് ഒരിക്കലും മാറി ചവിട്ടാനോ അല്ലെങ്കിൽ വേറെ പിന്നെ മിസ്സാവാനോ ഉള്ള ചാൻസ് കുറവാണ്. കറക്റ്റായിട്ട് ലോഫ്റ്റിൽ തന്നെ പറന്ന് ഇറങ്ങുകയും ചെയ്യും. ആ 1 മണിക്കൂറാണ് പറന്നാലും കറക്റ്റായിട്ടുള്ള പറന്ന് ഇറങ്ങും. എന്നാൽ ആ പ്രാവിന് സെറ്റ് ചെയ്യേണ്ട ഐസൈനുകൾ അറിയാവുന്നുള്ളവർ, ഇപ്പം ഞാൻ അതാണ് പറഞ്ഞത്, എനിക്ക് ഇന്ന പ്രാവിന് ഇന്ന സെറ്റ് ചെയ്യണം എന്ന് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. കാര്യം അതാണ് ഞാൻ ആദ്യവും പറഞ്ഞിട്ടുള്ളത്, എല്ലാ കണ്ണിലും ബ്രീഡറും ഫ്ലയറും ഉണ്ട്. അത് പറവയെക്കുറിച്ച് അറിയാവുന്നുള്ള എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരായിരുന്നാലും തൊട്ടടുത്തുള്ള അവരുമായിട്ട് പരിചയമുള്ള നല്ല പ്രാവ് പറത്തുന്നവരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ, നിങ്ങൾ സീക്രട്ടായിട്ട് ചോദിച്ചു നോക്ക്, അവർ പറയും. അവർക്ക് അറിയായിരിക്കും അത് കറക്റ്റായിട്ട്. ബ്രീഡറിലും ഫ്ലയറിലും ലൈറ്റ് കണ്ണിലും ഡാർക്ക് കണ്ണിലും ബ്രീഡറും ഫ്ലയറും ഉണ്ട്, ബ്രീഡർ വിത്ത് ഫ്ലയറും ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കണ്ണ് കാണിച്ചു തന്നിട്ട് പക്ഷേ കറക്റ്റായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. പ്രാവ് ഐസൈൻ നോക്കണവർ കറക്റ്റായിട്ട് അത് മനസ്സിലാക്കാനും പറ്റും. ആ മനസ്സിലാക്കിയവർക്ക് സെറ്റിടാനും കറക്റ്റായിട്ട് പറ്റും. അതുകൊണ്ട് ഞാനിത് പറഞ്ഞു വരുന്നത്, മെയിനായിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും മെയിനായിട്ട് ഇന്നത്തെ വീഡിയോ, നമ്മളിപ്പോൾ ഒരിടത്തുനിന്ന് ഒരു പ്രാവൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പറ്റിച്ച് പ്രാവ് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ചിലപ്പോൾ ബിസിനസ്സാണ്, അപ്പോൾ അവരുടേതായ കാര്യം നമുക്കതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേ നല്ല പ്രാവാണ് കൊടുത്താൽ, നമ്മളിപ്പോൾ ഒരു ലോഫ്റ്റിൽ പോയി ചിലപ്പോൾ അവർ എത്രയാണോ പൈസ ചോദിക്കുന്നത് അത് കൊടുത്ത് പ്രാവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ കുട്ടികളെ നമ്മളെ ഇഷ്ടത്തിനുള്ളൊരു ഫീമെയിൽ വെച്ച് നമ്മൾ കുട്ടി എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടൂല. അപ്പോഴേ അതിന് ആ ഐസൈൻ എന്താണ്, അത് ഏത് തരത്തിലുള്ള ഐസൈൻ നമ്മൾ വെച്ച് കൊടുക്കണം എന്ന് അറിഞ്ഞാൽ മാത്രമേ സെറ്റ് ഇട്ടിട്ട് കാര്യമുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ അറിയാവുന്നുള്ള ആരെങ്കിലുമൊക്കെ കൊണ്ട് മാക്സിമം ഐസൈന് നോക്കാൻ അറിയാവുന്നവരെ കൊണ്ട് നോക്കിയിട്ട് അതിനൊരു സെറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുട്ടികളെ പറത്താൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഈ പ്രാവ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ഒരുപാട് ആൾക്കാരാണ് എടുത്തിട്ട് പ്രാവ് പറന്നില്ലെങ്കിൽ നമുക്കിതെല്ലാം വെച്ച് മതിയാക്കാൻ തോന്നും. ഇതൊന്നും വേണ്ട എന്നുള്ള ഒരു ഇതിലോട്ട് വരുന്ന ആൾക്കാരും ഉണ്ട്. കറക്റ്റായിട്ടുള്ള പ്രാവ് വന്നു കഴിഞ്ഞാൽ എത്ര നമ്മൾ മടിയായിരുന്നാലും, നമുക്ക് എന്ത് വേദന ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എത്ര ടെൻഷനായിരുന്നാലും, കറക്റ്റ് പ്രാവ് പറപ്പിക്കാൻ അറിയാമെന്നുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ 2 പ്രാവിനെ എടുത്ത് പറത്തുമ്പോൾ പുള്ളി ഫ്രീ ആവും. ഏറെക്കുറെ പുള്ളി ഫ്രീ ആവും, മൈൻഡ് ഒന്ന് ക്ലിയർ ആവും. മനസ്സിലായില്ലേ? പ്രാവിനെ പറത്താനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പ്രാവ് പറന്നാൽ മാത്രമേ നമുക്ക് പ്രാവിനെ വളർത്താനും അതിനെ പറത്താനും അതിനെ പരിചരിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ ചുമ്മാ പ്രാവിനെ എങ്ങനെയെങ്കിലും പറപ്പിക്കണം എന്നുള്ള ഒറ്റ ചിന്തയിൽ വരും. പക്ഷേ ഒരുപാട് പൈസകൾ മുടക്കും, പല ലോഫ്റ്റിൽ പോയി പ്രാവ് എടുക്കും, പക്ഷേ പറക്കണമെന്നില്ല, നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. ഒന്ന് ചിന്തിക്കുക, ആദ്യം അൺലിമിറ്റഡിലോട്ട് നമുക്ക് പറത്തി വലിയ ടൈം ആക്കണം, അല്ലെങ്കിൽ കുറേ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെന്നെങ്കിലും വലിയ പ്രാവ്, അങ്ങനെ ചിന്തിക്കാതെ മാക്സിമം നമ്മൾ നല്ല പ്രാവുകളെ എവിടെന്നെങ്കിലും 13 അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഇരുന്നാലും കുഴപ്പമില്ല, അത്തരത്തിലുള്ള പ്രാവുകളെ മാത്രം നമ്മൾ എവിടെന്നെങ്കിലും ആദ്യം ഒന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അതിനെ ഒന്ന് പറപ്പിച്ച് അതിനെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം പടിപടിയായിട്ട് മുകളിലോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ പെട്ടെന്ന് നമുക്ക് ഒരു അൺലിമിറ്റഡ് പൈസ ഉണ്ട് എന്ന് കരുതി പറവ നമുക്ക് വശത്താവണമെന്ന് നിർബന്ധമില്ല. പൈസ കൊണ്ട് നമുക്ക് ഇനി പറവ എന്ന് പറയുന്ന സാധനം, ആ ബ്ലഡ് ലൈന് സ്നേഹബന്ധം കൊണ്ട് നമുക്ക് കിട്ടും, അത് ഓക്കെയാണ്. പക്ഷേ പൈസ കൊണ്ട് 50-50 ചാൻസ്, ചിലപ്പോൾ പൈസ കൊണ്ടും കിട്ടും. പക്ഷെ അതൊക്കെ കിട്ടിയിരുന്നാലും അതിനെയും ഈ വലിയ ലൈനേജുകളെയും പറത്തി ഇറക്കാനുള്ള ഒരു ട്രിക്കുകൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നാലേ അവരെ ലോഫ്റ്റിൽ ചവിട്ടിച്ച് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് പ്രാവുകൾ നമ്മൾ ഓൾറെഡി വേണം, എങ്കിലേ വലിയ പ്രാവുകളെയൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് ഇറക്കാനും പറ്റുള്ളൂ. മാക്സിമം അത് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഐസൈനുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അത് ഏതൊക്കെ ഐസൈനാണ് പുള്ളി എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത്, എനിക്ക് തന്നിട്ടുള്ളത് ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനിതുപോലെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് പറ്റിയ അബദ്ധങ്ങളാണ്. പ്രാവ് വാങ്ങിച്ചുകൊണ്ട് വരും, നല്ല പ്രാവായിരിക്കും, പക്ഷെ കൊടുക്കുന്നവരെ കുറ്റം പറയുകയും ചെയ്യും. പിന്നീട് ഇന്നടന്ന് വാങ്ങിച്ച പ്രാവ് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇന്നയാണ്. അത് പെയറായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. സിംഗിൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞുകൂടാത്ത ഒരു സെറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഞാൻ
പിന്നെ അവർ അയച്ചു തന്ന ഐസേനയൂടെ ഞാനൊന്ന് ഇതിൽ ഇടാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഐസേനുകളാണ്, നല്ല ഐസേനുകളാണ്. കാണുന്നവർക്ക് മനസ്സിലാവും, അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. പക്ഷെ പുള്ളിക്ക് പ്രാവ് പറന്നിട്ടില്ല. പറക്കണം എങ്കിൽ അതിൻ്റെതായ ഐസേനുകൾ അതിനകത്തോട്ട് വന്നാൽ മാത്രമേ പ്രാവ് പറക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിൽ മാത്രം ചാറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.